നമസ്കാരം. നാട്ടുകൾ വിഷന്റെ ന്യൂസ് എറ്റ് 9 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. മലപ്പുറം ആസ്ഥാനമായി കഴിഞ്ഞ 22 വർഷമായി കാരുണ്യ സേവന രംഗത്ത് പാലോട് മുഹമ്മദ് കുട്ടി സഖാഫിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന അസ്മാഉൽ ഹുസന റാത്തീബ് കമ്മിറ്റിയുടെ പാലോട് ഘടകം അറഫ ദിനത്തിൽ അർഹതപ്പെട്ടവർക്ക് വസ്ത്ര വിതരണം നടത്തി. പാലോട് വെച്ച് നടന്ന ചടങ്ങ് താഴേക്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KMS തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മറ്റു പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമിതിയാണ്, കമ്മിറ്റിയാണ് അസ്മാഉൽ ഹുസന റാത്തീബ് കമ്മിറ്റി. ഓരോ സേവനങ്ങളെ എടുത്തു പറയുന്നില്ല. റമദാനാവുമ്പോൾ റമദാനിലും അതുപോലെ തന്നെ മറ്റ് ആണ്ടവധി ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കേണ്ട ചികിത്സ, ആതുര സേവനം തുടങ്ങി മറ്റ് സാന്ത്വന പ്രവർത്തനങ്ങളും ഈ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അറഫ ദിനത്തിലും ഒക്കെ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ആ സദുദ്യമത്തിൽ പങ്കാളികളായ അസ്മാഉൽ ഹുസന റാത്തീബ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാക ഫതഹ്മുബീന എന്ന പരിശുദ്ധ വാക്യത്തോട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പച്ചനാട്ടുകര വാർഡ് മെമ്പർ സുബൈർ CP മുഖ്യപ്രഭാഷണം നടത്തി. പാലോട് മുഹമ്മദ് കുട്ടി സഖാഫി സ്വാഗതം പറഞ്ഞു. സെയ്ദ് അലവി സഖാഫി മലേഷ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. TP രായിൻ ഹാജി, TP ഉണ്ണിൻ ഹാജി, അലി കിഴക്കുംപുറം, മൊയ്തീൻ കിഴക്കുംപുറം, സലീം മുസ്ലിയാർ കൊമ്പം, സലീം കുന്നുംപുറം, ജലീൽ ഹാജി കരിങ്കലത്താണി എന്നിവർ സംബന്ധിച്ചു. നിരവധി കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് 16 വർഷത്തിലധികമായി നേതൃത്വം നൽകിവരികയാണ് അസ്മാഉൽ ഹുസന പാലോട് ഘടകം. എല്ലാ വർഷവും റമദാനിലെ ഇഫ്താർ കിറ്റും പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങളും മറ്റ് സാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട് അസ്മാഉൽ ഹുസന റാത്തീബ് കമ്മിറ്റി. അറഫ ദിനത്തിലാണ്. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങാണ് അറഫ. ആ അറഫ സംഗമം മാസപ്പിറവി അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശുദ്ധ മക്കയിൽ സംഗമിച്ചു. 25ഓളം ലക്ഷം ആളുകൾ സംഗമിച്ചു. എന്നാൽ നമ്മുടെ രാജ്യത്തെ അറഫ, ആ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം ഇന്നത്തെ ദിനമാണ്. ഈ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കലും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യലും വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്മാഉൽ ഹുസന റാത്തീബിൻ്റെ കീഴിൽ എല്ലാ വർഷവും നമ്മൾ റമദാൻ ഇഫ്താർ കിറ്റുകളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ പരിശുദ്ധമായ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഈ പുണ്യമായ അറഫാ ദിനത്തിൽ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രവിതരണം ചെയ്യൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഇവിടെ ഈ പാലോട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ പരിസരത്തുള്ള അർഹതപ്പെട്ട സ്ത്രീകൾക്ക് ഈ ബലിപെരുന്നാളോടനുബന്ധിച്ച് വസ്ത്രം കൊടുക്കുവാൻ വേണ്ടിയാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുകയോ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ കൊല്ലങ്ങളായി നമ്മളിത് ചെയ്തു വരുന്നു. ഇതിനെ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ.
എല്ലാ വിജയങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.